ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഐറ്റം കേട്ടോ. നമുക്കൊരു മാങ്ങ രസം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് നമുക്കൊരു മാങ്ങ വെച്ചിട്ടുള്ളൊരു രസമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മാങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. നമ്മൾ എത്ര രസം ഉണ്ടാക്കുമോ അതിനനുസരിച്ച് നമുക്ക് മാങ്ങ എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു മാങ്ങയൊക്കെ എടുത്താലും മതി കേട്ടോ. കുറച്ച് രസമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒന്നൊക്കെ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ അങ്ങോട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ. ഇനി നമുക്ക് ഇതുപോലെ ഇതുപോലെ ചട്ടിയൊക്കെ എടുത്തിട്ട് ആ മുറിച്ചെടുത്തിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തക്കാളി മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പാകത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ തക്കാളി മാങ്ങയൊക്കെ ഉണ്ടല്ലോ നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കണം ആദ്യം. അപ്പോൾ തക്കാളി മാങ്ങയൊക്കെ നല്ലോണം വെന്തിട്ട് നമ്മൾ പിന്നെ അത് നല്ലോണം ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ രസം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കിടന്നിട്ട് വേവട്ടെ. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിക്കുള്ളൊരു അരപ്പ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ടൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാനിതാ കുറച്ച് ചെറിയ ജീരകം, 2 പച്ചമുളകും, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് ചതച്ചെടുക്കുക കേട്ടോ. നല്ലോണം അരച്ചെടുക്കരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മളിതാ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ള നമ്മളെ തക്കാളി മാങ്ങയൊക്കെ ഇതാ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ഇത് ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കയ്യിലോ സ്പൂണോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. മാങ്ങയൊക്കെ വേഗം ഉടഞ്ഞ് കിട്ടുമല്ലോ, വെന്തതാണല്ലോ, പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ മാങ്ങയും തക്കാളിയൊക്കെ ഇതാ ഞാൻ ഇതുപോലെ അങ്ങോട്ട് ഉടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ട് വന്നപ്പോൾ ദാ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, കുരുമുളകും വെളുത്തുള്ളിയും ചെറിയ ജീരകമൊക്കെ പച്ചമുളകൊക്കെ അത് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി നല്ലോണം അങ്ങോട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ചൂടാക്കി എടുക്കുമ്പോൾ ഉണ്ടാവും ഒരു നല്ലൊരു മണം വരും കേട്ടോ ഇതിന്. അതുവരെ നമുക്കൊന്നൊന്ന് ചൂടാക്കിയെടുക്കുക. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് നല്ലോണം ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് വേണ്ടത് പിന്നെ കുറച്ച് കായപ്പൊടി കേട്ടോ. കായപ്പൊടി വേണമല്ലോ നമ്മളെ രസത്തിന് അല്ലേ, അപ്പോഴാണല്ലോ നമ്മളെ രസം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ മാങ്ങയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് രസം എത്ര വേണോ അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മാങ്ങയാകുമ്പോൾ അത്യാവശ്യം കട്ടിണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രസം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഘട്ടത്തിലായിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമ്മളെ രസത്തിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു രസം മതി കേട്ടോ മക്കളെ. ചോറുന്നാൻ വേറെ ഒന്നും വേണ്ട, വേറെ ഒരു കറിയൊന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു രസം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തരിക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.